ഞങ്ങളുടെ ബിരിയാണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജീരകശാല റൈസിലാണ് ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇന്ന് ഞങ്ങളുള്ളത് കൊല്ലം കുന്നത്തൂരിലുള്ള ഒരു വഴിയോര കടയിലാണ്. പണ്ട് ഇതുവഴി പോകുമ്പോഴൊക്കെയും കണ്ടിട്ടുള്ളത് ഈ ചേട്ടൻ ഒരു ടേബിളും ഇട്ട് പൊരുവെയിലത്ത് ഒരു കൊടക്കീഴിലിരുന്ന് ബിരിയാണി വിൽക്കുന്നതാണ്. എന്നാൽ ഇന്നിതാ ഈ ചേട്ടൻ ഒരു ചെറിയ കട തുടങ്ങിയിരിക്കുകയാണ്. ഇ ഫോർ ഈറ്റ് എന്ന പേരിൽ. ബിരിയാണിയും സർബത്തും കുടമൂരും ഫ്രൂട്ട് സോഡയും മുന്തിരി സോഡയും ഒക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ. ചിക്കൻ ബിരിയാണിക്ക് 100 രൂപയും ബീഫ് ബിരിയാണിക്ക് 110 രൂപയുമാണ് വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് 100 രൂപയ്ക്ക് ഒരു മുട്ട സഹിതം ഒരാൾക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ള അത്രയും ഉണ്ട്. നമ്മൾ പലയിടത്തും 100 രൂപയ്ക്ക് ബിരിയാണി കഴിച്ചിട്ടുണ്ട്. അതിനകത്തൊന്നും മുട്ടയില്ല. ഇത് മുട്ട ഉൾപ്പെടെ 2 പീസ് ചിക്കനും പപ്പടവും എല്ലാം ഉണ്ട്. 100 രൂപയ്ക്ക് ഒരു നഷ്ടവുമില്ല. മിലിറ്ററിയിൽ ഷെഫായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അബുദാബി, ഇവിടുത്തെ അല്ല, അബുദാബി മിലിറ്ററിയിൽ ഷെഫായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ ഈ പൊരുവേലത്ത് ദാഹമടക്കാൻ പറ്റിയ കുറച്ച് സ്പെഷ്യൽ ഐറ്റം കൂടി നമുക്ക് പരിചയപ്പെട്ടാലോ. നമ്മുടെ മെയിൻ ഐറ്റം ഏതാ? വെള്ളത്തിലെ മെയിൻ ഐറ്റം നമുക്ക് ഫ്രൂട്ട് സോഡയും മുന്തിരി സോഡയും. പിന്നെ നമുക്ക് പാൽ സർബത്താണ്. പാൽ സർബത്ത് തന്നെ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്. നമുക്ക് ബട്ടർ സ്കോച്ച്, പിസ്ത, ഓറഞ്ച്, പൈനാപ്പിൾ, അങ്ങനെ ഓരോ ഫ്ലേവറിലും നമ്മൾ ഇത് ചെയ്ത് കൊടുക്കും. എനിക്കിവിടെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ബട്ടർ സ്കോച്ചിനകത്താണ്. ബട്ടർ സ്കോച്ചിൻ്റെ പാൽ സർബത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുള്ളത്. പിന്നെ ഇത് ഭയങ്കര ഹൈലൈറ്റ് ആണ് നമ്മുടെ ഫ്രൂട്ട് സോഡ എന്ന് പറയുന്ന ഐറ്റം. ഇതിനകത്ത് നമ്മൾ തണ്ണിമത്തന്, അനാറ്, പിന്നെ മുന്തിരി കാര്യങ്ങളെല്ലാം ചേർന്നുണ്ട്. പിന്നെ ഇഞ്ചി, നമുക്ക് കാന്താരി, നമ്മുടെ സാധനങ്ങളെല്ലാം ചേർത്ത് ഒരു വെറൈറ്റി ഐറ്റമാണ്. ഇത് കുടിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ ഫാമിലി കസ്റ്റമർ നമുക്ക് ഒരുപാട് കയറുന്നത് ഇത് കുടിക്കാനായിട്ട്. ഇത് പിന്നെ മുന്തിരിയാണ് കേട്ടോ. ഇത് മുന്തിരി നമ്മൾ പിന്നെ പുഴുങ്ങി പഴുപ്പാക്കിയിട്ട് അരിച്ച് റെഡിയാക്കിക്കൊണ്ട് വരുന്നതാണ്. ഇത് ഒറിജിനലാണ്, അല്ലാതെ. ഞങ്ങൾ ഇവിടുന്ന് ട്രൈ ചെയ്ത് നോക്കിയത് ഫ്രൂട്ട് സോഡയും കുടമൂരുമാണ്. രണ്ടും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പുത്തൂരിൽ നിന്നും ഭരണിക്കാവിൽ പോകുന്ന റൂട്ടിൽ കുന്നത്തൂർ പാലം കഴിഞ്ഞ് വലത്തേ സൈഡിലെ ഇ ഫോർ ഈറ്റ്